ഞങ്ങളുള്ളത് പുതുതായിട്ട് ഓപ്പണായ കോഴിക്കോട് ലുലു മോളിലാണ്. അപ്പം ഞങ്ങൾ എൻട്രൻസ് ഏരിയയിലോട്ട് കയറുകയാണ്. അപ്പോൾ ഇതാണ് ഫ്രണ്ട് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ കാണിക്കുന്ന ഏരിയ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല പാർക്കിംഗ് ഏരിയ തന്നെ ഉണ്ട് കേട്ടോ. അപ്പം അതാ ഇവിടെയാണ് ഞങ്ങൾ വണ്ടി വെച്ചത്. പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ലുലു മോളിലോട്ട് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരമുണ്ട്. അപ്പം ഞങ്ങളിതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ആ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ലുലു മോൾ. നമ്മൾ അവിടെ വരെ എത്തണം. അപ്പം നമ്മൾ കയറുന്നത് ബാക്ക് സൈഡിൽ കൂടിയാണ് കേട്ടോ. അതാ കുറേ ആൾക്കാർ കയറുന്നതും ബാക്ക് സൈഡിൽ കൂടിയാണ്. കാരണം വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാൻ സുഖം നമുക്ക് ബാക്ക് സൈഡിൽ കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ബാക്ക് സൈഡിൽ കൂടെ ഉള്ളിലേക്ക് കയറുക കേട്ടോ. നമ്മൾ ബാക്ക് സൈഡിൽ കൂടെ കയറുമ്പം ആദ്യം തന്നെ നമ്മൾ എത്തുന്നത് ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. അപ്പം നമ്മളിതാ ആദ്യം തന്നെ അങ്ങോട്ട് കയറി. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും സാധനം വാങ്ങുന്ന തിരക്കിലാണ്. അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ട് കറങ്ങി അടിച്ച് വരാനുള്ള പരിപാടിയാണ്. ഞങ്ങളെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാമെന്നുള്ളതായിരുന്നു കേട്ടോ. അല്ലാണ്ട് വാങ്ങാനുള്ള പ്ലാനൊന്നും ഇല്ലായിരുന്നു. കാരണം നല്ല തിരക്കുണ്ടാവും എന്നറിയാം. ബില്ലിങ്ങിലായാലും അതുപോലെ തന്നെ വാങ്ങുന്ന സ്ഥലത്തായാലും ഒക്കെ നല്ല തിരക്കുണ്ടാവും എന്നറിയാം. അതുകൊണ്ട് ഞങ്ങൾ വാങ്ങാൻ അധികമൊന്നും മെനക്കെട്ടില്ല. ഞങ്ങൾ ജസ്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ മെയിനായിട്ട് വെജിറ്റബിൾസും അതുപോലെ തന്നെ ഫ്രൂട്ട്സും ആട്ടോ വരുന്നത്. അപ്പോൾ അതാ നമ്മുടെ ക്യാപ്സിക്കൊക്കെ നല്ല വൃത്തിക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചത് നല്ല നീറ്റായിട്ടാണ് കേട്ടോ. അടുത്തായിട്ട് ഞങ്ങൾ എത്തിയത് ഫിഷ് സ്റ്റോറിലാട്ടോ. അപ്പോൾ ഇവിടെ ഫൈറ്റർ മീനാട്ടോ മെയിനായിട്ടില്ല. ഇതിന് ഒന്നിന് വരുന്നത് 169 രൂപയാട്ടോ. അപ്പോൾ നല്ലൊരു ബോട്ടിലും അതുപോലെ തന്നെ ആ ബോട്ടിലിൻ്റെ കൂടെ ചെറിയൊരു പാക്കറ്റിൽ അതിന് ഫുഡും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്ന ഉണക്കൽ മീനാണ് കേട്ടോ. നെക്സ്റ്റായിട്ട് വരുന്നത് നമ്മുടെ പച്ച മീനുമാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ കുറച്ച് ഫ്രഷ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രഷ് ആയിട്ടുള്ള മീനിനെ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ചിക്കൻ ഐറ്റംസ് ആട്ടോ വരുന്നത്. അതുപോലെ തന്നെ ബോൺലെസ് ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നെക്സ്റ്റായിട്ട് ഇതാ കട്ട് ഫ്രൂട്ട്സും അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസും ഒക്കെ നമുക്ക് കാണാം കേട്ടോ. പിന്നെ ഞങ്ങൾ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. ഇവിടുത്തെ സ്നാക്സ് വരുന്നുണ്ട്. ഫുഡ് കോർട്ടായിട്ടല്ല കേട്ടോ ഇവിടെ ജസ്റ്റ് ഒരു ഇങ്ങനെ കട പോലെ സ്നാക്സിൻ്റെ ഐറ്റംസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് പേഴ്സണലി അറിയാത്ത കുറേ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക കേട്ടോ ചെയ്തത്. പിന്നെ ഇതിൻ്റെ മുകളിലാണ്, ഏറ്റവും മുകളിലത്തെ നിലയിലാണ് ഫുഡ് കോർട്ട് വരുന്നത്. അടുത്ത ഫ്ലോറിൽ വരുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ പോയത് ഡ്രസ്സ് അതുപോലെ തന്നെ ജ്വല്ലറീസ് പേഴ്സ് അങ്ങനത്തെ ഐറ്റംസ് വരുന്ന സ്ഥലത്തേക്കാട്ടോ ഞങ്ങൾ പോയത്. ഇവിടെ തന്നെ ഫോണ് അതുപോലെ തന്നെ ക്യാമറാസ് വാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ.
അടുത്തായിട്ട് വരുന്നത് ഫുഡ് വെയേഴ്സ് ആട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ജെൻസിനും അതുപോലെ തന്നെ വുമൻസിനും ഉള്ള ഫുഡ് വെയേഴ്സ് ഓരോ സെക്ഷനായിട്ടാണ് കേട്ടോ. അപ്പോൾ റേറ്റ് കൂടിയതും ഉണ്ട് അതുപോലെ തന്നെ കുറഞ്ഞതും ഉണ്ട് കേട്ടോ. അപ്പം ജെൻസിൻ്റെ ഒക്കെ ഞങ്ങൾ നോക്കിയതിൽ റേറ്റ് കൂടിയതായിട്ട് തോന്നി. ഇത് ജസ്റ്റ് റേറ്റ് കുറഞ്ഞത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ ബാഗിൻ്റെ സെക്ഷനിലോട്ട് വരുമ്പോൾ പല കമ്പനീൻ്റെ പല സൈസിലുള്ള ബാഗ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ബെഡ്ഷീറ്റിന് വരുന്നത് 600 രൂപയാട്ടോ. അതുപോലെ തന്നെ ഈ മാറ്റിന് 2 മാറ്റിന് 299 രൂപയാണ്. അതുപോലെ തന്നെ ബെഡ്ഷീറ്റിന് 599 രൂപയാണ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഇലക്ട്രോണിക് ഐറ്റംസ് ആട്ടോ. വാഷിംഗ് മെഷീൻ അതുപോലെ തന്നെ ഫ്രിഡ്ജ്, TV കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് ഞങ്ങൾ അതൊക്കെ നോക്കി ഞങ്ങൾ അവിടുന്ന് വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങോട്ട് വരുമ്പോൾ പല കമ്പനീസിൻ്റെ വയർലെസ് ഹെഡ്സെറ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നെക്സ്റ്റായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലാപ്ടോപ്സ് ആട്ടോ. അപ്പോൾ ഇതാ നമ്മൾ വന്നപ്പോൾ ഈ ഒരു ഭാഗത്താട്ടോ അത്യാവശ്യം നല്ല തിരക്കായിട്ട് കണ്ടത്. കാരണം എല്ലാവരും ഫോൺ നോക്കുന്ന തിരക്കിലാട്ടോ. സാംസങ്, ഐഫോൺ അതുപോലെ തന്നെ പല ബ്രാൻഡിൻ്റെയും ഫോൺസ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സെക്ഷനിൽ കൂടുതലും ടോയ്സിൻ്റെ ഏരിയ ആണ്. അടുത്തായിട്ട് ഞങ്ങൾ പോയത് ഫുഡ് കോർട്ടിലോട്ടാണ്. ഇവിടെ സീറ്റൊക്കെ ഫുള്ളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ സെക്ഷനായിട്ട് ഓരോരോ സ്റ്റാളുകളുണ്ടായിരുന്നു. KFC അതുപോലെ തന്നെ നൂഡിൽസിൻ്റെ ഏരിയ, അതുപോലെ തന്നെ ഫലൂദ നാഷനും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പിസ്സാൻ്റെ ഏരിയ. ഫുഡ് കോർട്ടിൽ ഇതാ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഫുള്ളാണ്, സീറ്റൊന്നും ഒഴിവില്ല കേട്ടോ. അതുപോലെ തന്നെ ലാസ്റ്റായിട്ട് ഇതാ ചിക്കിങ്ങിൻ്റെ ഏരിയ. പിന്നെ നമ്മൾ ഫുഡ് കോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഗെയിംസിൻ്റെ ഏരിയയിലോട്ടാട്ടോ പോയത്. ഇവിടെ മൊത്തം കളർഫുള്ളാണ്. അപ്പോൾ കയറുമ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ എന്തായാലും റൈഡിൽ കയറേണ്ടി വരും. ഇവിടെ നിന്ന് ഞങ്ങൾ ഓരോ റൈഡും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഇറങ്ങിയിട്ടോ. ഇവിടെ നിന്ന് ആരും കയറി തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഈ കാറിൻ്റെ ഈ ഒരു സെക്ഷനിലാണ് ആൾ കണ്ടത്. ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നോക്കി നിന്നു. ബാക്കി കാര്യങ്ങളും ഒക്കെ നോക്കി ഞങ്ങൾ പിന്നെ ഇറങ്ങാനുള്ള പരിപാടിയാട്ടോ. അപ്പോൾ നമ്മൾ കയറിയത് ബാക്ക് ഏരിയയിലൂടെ ആയതുകൊണ്ട് നമ്മൾ ഇറങ്ങിയത് എന്തായാലും ഫ്രണ്ട് ഏരിയയിലൂടെ കേട്ടോ. അപ്പോൾ ഇതാ ഫ്രണ്ട് ഏരിയത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ ആണിത്. അപ്പോൾ നമ്മൾ ആ വണ്ടീൻ്റെ അടുത്തേക്ക് പോകാം കേട്ടോ. ഉള്ളൊക്കെ കണ്ട് അടിപൊളി സെറ്റപ്പ് ആട്ടോ ഉള്ളിൽ. അപ്പോൾ വണ്ടി എന്ന് പറഞ്ഞാൽ വണ്ടി കുറച്ച് അപ്പുറത്ത് വെച്ചിട്ടാട്ടോ അങ്ങോട്ട് നടക്കണ്ടേ. പക്ഷെ അങ്ങോട്ട് നടക്കാണ്ട് ഇവിടെയൊക്കെ സൗകര്യങ്ങൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ഇവിടെ വണ്ടി വെക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഉള്ളോട്ട് അപ്പുറത്തെ സൈഡിലാണ് നമുക്ക് വണ്ടി വെക്കാൻ കിട്ടിയത് കേട്ടോ. അപ്പോൾ അവിടെ വരെ പോകണില്ല.
അപ്പം മാങ്കാവ് ഏരിയ എന്ന് പറയുമ്പം പൊതുവേ ട്രാഫിക് ഉള്ളൊരു ഏരിയ ആണ്. അപ്പം നമ്മുടെ ഇനിയിപ്പോൾ ട്രാഫിക് ഒന്നും കൂടെ അധികം ആവാനുള്ള ചാൻസസ് ആട്ടോ എനിക്കിപ്പോൾ തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഇറങ്ങിയ ടൈം എന്ന് പറഞ്ഞാൽ നല്ല വെയിലൊക്കെ ഉള്ള ടൈമായിരുന്നു. അപ്പോൾ നമ്മൾ ജ്യൂസ് കുടിക്കാൻ ഇറങ്ങിയ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് തന്നെയാട്ടോ നമ്മൾ ജ്യൂസ് കുടിച്ചത്. അപ്പോൾ നമ്മൾ കുന്നമംഗലം മിൽമേന്നാണ് ജ്യൂസ് കുടിച്ചത്. നമ്മൾ 2 ഇളനീൻ്റെ ജ്യൂസാട്ടോ ഓർഡർ ചെയ്തേക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.